Hi all, welcome to Career Malayalam 24/7. എൻ്റെ പേര് ജിജി. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെഷൻ ആണ്. ഇപ്പൊ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നമുക്കറിയാം നോട്ടിഫിക്കേഷൻ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാണ്, സാലറി എത്രയാണ്, അതുപോലെ തന്നെ സിലബസ് എന്താണ്, കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്താണ്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ എന്തായാലും വീഡിയോ കാണുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം, സെഷനിലേക്ക് കടക്കാം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ, അതാണ് മെയിൻ ആയിട്ട് ഹെഡിങ്ങിലും നോട്ടിഫിക്കേഷൻ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ വരും. നോട്ടിഫിക്കേഷൻ വന്നുടനെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ, നമ്മുടെ വീഡിയോസിലൂടെ തന്നെ. അപ്പൊ ഇത് അവസാനമായിട്ട് വന്നത് 2021 2029 ഒൻപതാം മാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒക്ടോബർ 15 തീയതി വന്നു. സെപ്റ്റംബർ 15 വന്നു. ഒക്ടോബർ 20 വരെ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. കാറ്റഗറി നമ്പർ 368/2021 ആണ്. അപ്പൊ 2024 ഒരു വില്ലേജ് അസിസ്റ്റന്റ് വന്നില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്കോഴ്സ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ സ്പെഷ്യൽ കാറ്റഗറിക്ക് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്നത്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 17,000 രൂപ മുതൽ 35,700 രൂപ വരെയാണ്. അപ്പൊ സാലറി കുറവാണ്, അങ്ങനെയൊന്നും ടെൻഷൻ വേണ്ട. നമുക്ക് 8th പേ കമ്മീഷൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ സാലറിയിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് DAയും ഒക്കെ കൂടും. അപ്പൊ ഇപ്പൊ ഓൾറെഡി നമുക്ക് കിട്ടേണ്ട DA കിട്ടുന്നില്ല, കുറച്ച് സാമ്പത്തിക പ്രതിസന്ധിയിലായത് കാരണം കിട്ടുന്നില്ല. ഇനി അതൊക്കെ തിരിച്ചു തരുവാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്രൊമോഷൻ സാധ്യത എല്ലാം ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഡിസ്ട്രിക്ട് വൈസ് ആണ് വേക്കൻസീസ് വരുന്നത്. ഡിസ്ട്രിക്ട് വൈസ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നമുക്ക് സന്തോഷിക്കാം. കാരണം എന്താ, നമുക്ക് ഓരോ ജില്ലാടിസ്ഥാനത്തിൽ നമ്മുടെ ജില്ലയിൽ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, നമ്മുടെ ജില്ലയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഇതിൽ പ്രാക്ടീസ് ചെയ്യാം. ഇനി ഇതിന്റെ അപ്പോയിന്റ്മെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ് വരുന്നത്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. ഇത് ജനറൽ കാറ്റഗറിക്കാണ്. ഇനി നിങ്ങൾ OBC ആണെങ്കിൽ നിങ്ങൾക്ക് 39 വയസ്സ് വരെയും, SC ST ആണെങ്കിൽ 41 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത്. ക്വാളിഫിക്കേഷൻ നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായാൽ മതി. കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് +2 അല്ലേ ക്വാളിഫിക്കേഷൻ? +2 അല്ല ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു എക്സാം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കട്ട് ഓഫ് നമ്മൾ പറഞ്ഞു ജില്ലാടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഓരോ ജില്ലയിലും അതിൽ വേക്കൻസീസിനെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും കട്ട് ഓഫ് വരുന്നത്. അതുപോലെ എത്ര കുട്ടികൾ എഴുതിയിട്ടുണ്ട്, എത്ര നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന്. കാരണം ഒരു ജില്ലയിൽ 1000 പേരെയാണ് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു ജില്ലയിൽ 1000 പേരെയാണ് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 1000ാമത്തെ ആൾക്ക് എത്ര മാർക്കാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കട്ട് ഓഫ്. ഇപ്പൊ ആദ്യത്തെ 1000ാമത്തെ ആൾക്ക് 87 അല്ലെങ്കിൽ 77 ആണെങ്കിൽ അതായിരിക്കും അതിന്റെ കട്ട് ഓഫ് വരുന്നത്. ഇങ്ങനെയാണ് കട്ട് ഓഫ് തീരുമാനിക്കുന്നത്. ഒഴിവുകളുടെ അടിസ്ഥാനത്തിലും ഒക്കെ കൂടിയാണ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഓരോ ജില്ലയിലും എത്ര കട്ട് ഓഫ് വീതമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ കട്ട് ഓഫ് ആയിരിക്കണമെന്നില്ല നമുക്ക് വരുന്ന ഈ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. പക്ഷെ നമ്മൾ നമ്മുടെ മാക്സിമം കൊടുക്കുന്നു. ഇനി എത്ര വേക്കൻസി വരുന്നു ചോദിക്കുമ്പോൾ അത് ആന്റിസിപ്പേറ്റ് ആണ് വേക്കൻസി. നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ നിങ്ങൾ എത്ര വേക്കൻസി എന്ന് ആലോചിച്ചിരിക്കേണ്ട സമയമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് ഒറ്റൊരു വേക്കൻസി മതി. നിങ്ങൾക്ക് അല്ലെ നമുക്ക് ഒറ്റ വേക്കൻസി മതി. നമുക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടുന്നു, നമ്മൾ അവിടെ പോയി ജോയിൻ ചെയ്യുന്നു. അത് മാത്രം ആലോചിക്കുക. അല്ലാണ്ട് എത്ര വേക്കൻസി ഉണ്ടാവും, വേക്കൻസി കുറവല്ലേ, കുറെ പേര് വന്ന് ഡിമോട്ടിവേറ്റ് ചെയ്യുക, അതൊന്നും നിങ്ങൾ മൈൻഡേ ചെയ്യണ്ട കേട്ടോ. അതൊക്കെ മൈൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിന് മാത്രമേ നിങ്ങൾക്ക് സമയം ഉണ്ടാവുള്ളൂ. അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. അത് മാത്രം വിചാരിക്കുക കേട്ടോ. അപ്പൊ കട്ട് ഓഫ് നോക്കാം. ഓരോ ജില്ലയിലാണ് നോക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതലുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ തിരുവനന്തപുരം ജില്ലയിലാണ്. ഇപ്പൊ ഏതൊരു ഡിസ്ട്രിക്ട് ലെവൽ എക്സാം എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ മാർക്ക് വേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് വേണ്ടത്. മിക്ക എക്സാമിനും ഓൾ എന്ന് പറയുന്നത്, പക്ഷെ മെജോറിറ്റി എക്സാമിനും ഡിസ്ട്രിക്ട് വൈസ് നോക്കുമ്പോൾ തിരുവനന്തപുരത്തായിരിക്കും കട്ട് ഓഫ് കൂടുതൽ ഉണ്ടാവുന്നത്. തിരുവനന്തപുരത്തുള്ള കുട്ടികൾ ചത്തുകുത്തിയിരുന്ന് പഠിക്കുകയാണെന്നാണ് തോന്നുന്നത്. അപ്പൊ അതിന്റെ പുറകെ തന്നെ കട്ട് ഓഫിൽ വലിയ വേരിയേഷൻ ഒന്നും ഉണ്ടാകാറില്ല. പിന്നെ വയനാട്, ഇടുക്കി പോലുള്ള ജില്ലകളിലാണ് വലിയ വേരിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. സാധാരണ ഗതിയിലാണ് പറഞ്ഞത്. പിന്നെ പത്തനംതിട്ട അങ്ങനെ ഇതിലൊക്കെയാണ് സാധാരണ കുറവ് കാണാറ്. കുറവെന്ന് പറഞ്ഞാൽ ഒരുപാട് കുറവല്ല, കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള കുറവ്. ബാക്കി എല്ലാതും അത്യാവശ്യം കട്ട് ഓഫ് വലിയ മാർക്ക്, ചെറിയ മാർക്കിന്റെ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ കേട്ടോ.
അപ്പൊ തിരുവനന്തപുരത്ത് 82.65 ആണ് വരുന്നത്. കൊല്ലത്ത് 79.05 ആണ്. പത്തനംതിട്ട 69.82 ആണ്. ആലപ്പുഴ 74.9994 ആണ്. കോട്ടയം 70.0174 ആണ്. ഇടുക്കി 79.7502 ആണ്. എറണാകുളം 79.7593 ആണ്. തൃശ്ശൂര് 79.7605 ആണ്. പാലക്കാട് 78.7355 ആണ്. മലപ്പുറം 79.7593 ആണ്. കോഴിക്കോട് 81.4504 ആണ്. വയനാട് 64.67 ആണ്. കണ്ണൂര് 79.97 ആണ്. കാസർഗോഡ് 70.8943 ആണ്. ഇങ്ങനെയാണ് ഡിസ്ട്രിക്ട്സും അതുപോലെ തന്നെ കട്ട് ഓഫും വരുന്നത്. ഓക്കെ, ഡിസ്ട്രിക്ട്സും കട്ട് ഓഫും. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വരുന്നത്. അതിന് തൊട്ട് താഴെ വരുന്നത് കോഴിക്കോടാണ്. തൊട്ട് താഴെ കോഴിക്കോടാണ് വരുന്നത്. പിന്നെ ഏറ്റവും കുറവിലേക്ക് പോയി കഴിഞ്ഞു എന്ന് വെച്ചാൽ 64 മാർക്ക് 64.67 വയനാട്ടിലുണ്ട്. ഏറ്റവും കുറവ് വയനാടാണ്, 64.67. പിന്നെ 60കളിൽ വരുന്നത് പത്തനംതിട്ടയും കൂടിയിട്ടേ വരുന്നുള്ളൂ. പത്തനംതിട്ട 69.82. ഇങ്ങനെയാണ് കട്ട് ഓഫിന്റെ കാര്യത്തിൽ. കൂടുതലുള്ള 2 ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരം കോഴിക്കോടും, കുറവുള്ളത് വയനാടും പത്തനംതിട്ടയാണ്. ഇപ്പൊ ചില പരീക്ഷകളിൽ ചില ജില്ലകൾ നല്ല കൂടുതൽ നിൽക്കാറുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ LDC പോലുള്ള പരീക്ഷകളിലൊക്കെ പാലക്കാടിന് നല്ല കട്ട് ഓഫ് ഉള്ളതായിട്ട് നമ്മൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഓരോ എക്സാം ഓരോ ജില്ലയില്, പക്ഷെ എന്തായാലും മെജോറിറ്റി എക്സാമിന് തിരുവനന്തപുരം എന്തായാലും ഒരു സ്റ്റാൻഡേർഡ് കട്ട് ഓഫ് ഉണ്ടാവും. അതെനിക്ക് തോന്നുന്നത് ഈ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ പുറത്തുനിന്ന് വന്ന ആൾക്കാർ താമസിക്കുന്ന ഒരു ജില്ലയും കൂടിയിട്ടാണ്. അതായത് കേരളത്തിന് അകത്തുനിന്ന്, അതായത് നമ്മുടെ കേരളത്തിനകത്തുള്ള ആൾക്കാർ തന്നെ തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും തിരുവനന്തപുരം സർക്കാർ ജോലിക്കാരുടെ ഒരു ഹബ്ബാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളൊക്കെ വളർന്നു വരുമ്പോൾ തന്നെ കുറെ സർക്കാർ ജോലിക്കാരുടെ ഇടയിൽ നിന്നാണ് വളർന്നു വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഇത്രയധികം കോമ്പറ്റീഷനും ഇത്രയധികം കുട്ടികൾ സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നതും ഏറ്റവും കൂടുതൽ സർക്കാർ ജോലിക്ക് വേണ്ടി പഠിക്കുന്നതും. ഇവിടെ ട്രിവാൻഡ്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സെന്റേഴ്സ് ഉണ്ട്, ഓഫ്ലൈൻ സെന്റേഴ്സ് ഉണ്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ ഇതാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും അതുകൊണ്ടാണ്. പിന്നെ പാലക്കാട് എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്, പാലക്കാടില് എല്ലാവരും വിചാരിക്കുന്ന ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് എന്ന് വിചാരിക്കുന്ന ഒരു വലിയൊരു വിഭാഗം, ഞാൻ പാലക്കാടുകാരിയാണ്, വിഭാഗമുണ്ട് പാലക്കാടില്. അപ്പോ അതുകൊണ്ട് പാലക്കാട് പല എക്സാമിനും അത്യാവശ്യം നല്ല കട്ട് ഓഫ് വരും. അവിടെ നല്ല കോമ്പറ്റീഷൻ വരും LDC പോലുള്ള എക്സാമിന്. അപ്പോ LDCയുടെ നോട്ടിഫിക്കേഷൻ വരുന്നു പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ ഓരോ സ്ഥലങ്ങളിൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പൊ തന്നെ പഠിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പൊ എന്തായാലും അടുത്തത് നോക്കാം. ഇനി നമുക്ക് ഇതിന്റെ സിലബസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ഈ സിലബസിൽ പറയുന്നത് നമ്മൾ നോക്കാം. എത്ര മാർക്കൊക്കെയാണ് നോക്കാം കേട്ടോ. ഇവിടെ ഹിസ്റ്ററിക്ക് 5 മാർക്കാണ്. 5 മാർക്ക് തന്നെ നമുക്ക് കേരള ഹിസ്റ്ററി വരുന്നുണ്ട്, വേൾഡ് ഹിസ്റ്ററി വരുന്നുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട്. ഭൂമിശാസ്ത്രത്തിന് 5 മാർക്കാണ്. കേരള ജോഗ്രഫി വരുന്നുണ്ട്, ഇന്ത്യൻ ജോഗ്രഫി വരുന്നുണ്ട്, പിന്നെ ജിയോഗ്രഫി വേൾഡ് ജോഗ്രഫി നമുക്ക് വേണമെങ്കിൽ പറയാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക്സ് വരുന്നുണ്ട് 5 മാർക്കിന്. ഇന്ത്യൻ ഭരണഘടന, അത് എളുപ്പം, നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് പഠിക്കാൻ എളുപ്പമുള്ള ഒരു ഭാഗം കേട്ടോ ഇന്ത്യൻ ഭരണഘടന. സിലബസിൽ ഭയങ്കര ചെറിയൊരു ഭാഗം മാത്രമാണ് ഇന്ത്യൻ ഭരണഘടന വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ അടുത്തത് കേരളവും ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്കിനാണ് വരുന്നത്. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്കിനാണ് വരുന്നത്. ഭൗതിക ശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, കല, കായികം, സാഹിത്യം, സംസ്കാരം 5 മാർക്കിനാണ് വരുന്നത്. അപ്പൊ ഇവിടെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യത്തിൽ ഒത്തിരി സ്കീമുകളാട്ടോ വരുന്നത്. സ്കീമുകളും പഠിക്കണം, ബയോളജിയും പഠിക്കണേ. ഇനി കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്കിനുള്ളതാണ്. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്കിനുള്ളതാണ്. അതുപോലെ തന്നെ അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ സുപ്രധാന നിയമങ്ങൾ 5 മാർക്കിന് സുപ്രധാന നിയമങ്ങൾ വരുന്നുണ്ട്. സുപ്രധാന നിയമങ്ങൾ 5 മാർക്കിനാണ് വരുന്നത്. കറണ്ട് അഫയേഴ്സ് ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കിനാണ് വരുന്നത്. ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കിനാണ് വരുന്നത് കേട്ടോ. 20 മാർക്കിനാണ് ആനുകാലിക വിഷയങ്ങൾ വരുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല്
ലഘുഗണിതം, മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 10 മാർക്കിനാണ്. കറണ്ട് അഫയേഴ്സ് 20 മാർക്കിനാണ്. പേടിക്കേണ്ട. എല്ലാ ദിവസവും രാവിലെ നമുക്ക് നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെഷൻ ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ 8 മണിക്കാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെഷൻ. നമ്മൾ കവർ ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ് തന്നെയാണ് എക്സാമിൽ ചോദിക്കുന്നത് കുറെയൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ. 20 മാർക്കില് എന്തായാലും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഡെയിലി ഫോളോ ചെയ്താൽ മതി. നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല. ഇപ്പൊ ഓരോ ദിവസം ഒത്തിരി കറണ്ട് അഫയേഴ്സ് ഒന്നുമില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂ കുറച്ച് കറണ്ട് അഫയേഴ്സ് അല്ലേ ഉണ്ടാവുള്ളൂ. ആ കുറച്ച് കറണ്ട് അഫയേഴ്സ് നമ്മൾ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് എങ്ങനെ കിട്ടും, എവിടെ നിന്ന് കിട്ടും എന്നൊന്നും ടെൻഷൻ വേണ്ട. ഞായറാഴ്ച അതിന്റെ കൃത്യമായുള്ള റിവിഷനും ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് ഇവിടെ സെറ്റ് ആക്കി തരാം. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതിയാവും. ഇനി അടുത്തത് ജനറൽ ഇംഗ്ലീഷിന് 10 മാർക്കാണ് വരുന്നത്. മാത്സിന് 10, ജനറൽ ഇംഗ്ലീഷിന് 10 മാർക്കാണ് വരുന്നത്. ഇപ്പൊ ഇംഗ്ലീഷിൽ തന്നെ ഗ്രാമറും ഉണ്ട്, അതുപോലെ തന്നെ വൊക്കാബുലറി ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പൊ രണ്ടും നിങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ പ്രാദേശിക ഭാഷകള് 10 എണ്ണമാണ് വരുന്നത്. പ്രാദേശിക ഭാഷകള് 10 എണ്ണം വരുന്നുണ്ട്. 10 എണ്ണമല്ല, 10 മാർക്കിന് വരുന്നുണ്ട്. അപ്പൊ ആ പ്രാദേശിക ഭാഷകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മലയാളം. ഓക്കെ, നമ്മുടെ സിലബസിൽ നമുക്ക് ഇപ്പൊ കന്നഡയും നമ്മളൊന്നും അല്ലല്ലോ നമ്മുടെ പ്രാദേശിക ഭാഷ. നമ്മുടെ പ്രാദേശിക ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മലയാളമാണ്. അപ്പൊ മലയാളം പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ സമയമുണ്ട്. പക്ഷെ ഇപ്പൊ തന്നെ തുടങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ സമയമുണ്ട്. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാന്നൊക്കെ പറഞ്ഞാൽ സമയമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ പഠിക്കണം. ഈ നിമിഷം നിങ്ങൾ പഠിച്ചു തുടങ്ങണം. അപ്പൊ അത് കൃത്യമായിട്ട് എന്തായിരുന്നു മനസ്സിലാക്കുക. അങ്ങനെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ കട്ട് ഓഫ് ഭയങ്കര കൂടുതലായിരുന്നു. അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ മടിയൊന്നും തോന്നേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ, നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുന്നെങ്കിൽ ആദ്യത്തെ റാങ്ക് നിങ്ങൾക്കാണ്, അല്ലെങ്കിൽ ആദ്യം 100-ല് നിങ്ങൾ ഒരു റാങ്കിൽ നിങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. അപ്പൊ ഞാനിപ്പോ എത്ര പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ആദ്യം വിശ്വസിക്കുക, സ്വയം വിശ്വസിക്കുക. ഞാൻ കിടിലമാണ് എന്ന് വിശ്വസിക്കുക. നമ്മൾ കിടിലം തന്നെയാണ് അല്ലെ. ഞാൻ കിടിലമാണെന്ന് നമ്മൾ തന്നെ ഒന്ന് വിശ്വസിച്ച് നോക്കിക്കേ. പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ നമ്മൾ വിചാരിക്കണം നമ്മൾ സൂപ്പറാണ്, നമ്മള് നൈസ് ആണെന്ന് നമ്മൾ തന്നെ വിചാരിക്കണം. എങ്കിൽ മാത്രമാണ് കുറച്ചുകൂടി കാര്യങ്ങൾ നല്ല രീതിയിൽ പോവുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഒത്തിരി മീൻസ് ഒത്തിരി എക്സ്പീരിയൻസിൽ പറയുന്നതാണ്. സമയം എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകും. സമയം എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകും. നമുക്ക് ആക്ച്വലി നമുക്ക് കിട്ടുകയില്ല. നമ്മൾ വിചാരിക്കും ഓക്കെ, നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ സാധാരണ രീതിയിൽ ഇപ്പോ കഴിഞ്ഞ കുറച്ച് അടുത്ത വർഷം പഠിക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് നമ്മള്. ഓക്കെ, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മള് ഈ ഒരു എന്താ പറയാ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ കളയുന്നത് നമ്മുടെ സമയമാണ്. അപ്പൊ നമുക്കൊരു ബോധ്യം വേണം നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമയമാണെന്ന്. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. എങ്ങനെയെങ്കിലും എക്സാം ക്രാക്ക് ചെയ്യുന്നുള്ളൊരു ഉറപ്പ് നിങ്ങളെ തന്നെ ഒന്ന് ബോധിപ്പിക്കുക. എന്തായാലും എക്സാം നമ്മൾ ക്രാക്ക് ചെയ്തിരിക്കും എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും നമുക്ക്. അല്ലെങ്കിൽ പിന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയില്ല എന്താ ഇപ്പൊ ഇവിടെ നടക്കുന്നത്, ഒന്നും നമുക്ക് അന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ വരും. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാതിരിക്കുക. അപ്പോ അങ്ങനെ ചെയ്യാം പ്രധാനമായിട്ട്. അപ്പൊ പിന്നെ അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വേറൊരു കോഴ്സിനെ കുറിച്ച് പറയാൻ കേട്ടോ. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഉറപ്പായിട്ട് അപ്പൊ തന്നെ വരും കേട്ടോ. ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നാൽ ഇന്ന്, അല്ലെങ്കിൽ നാളെ രാവിലെ. അപ്പൊ പെട്ടെന്ന് തന്നെ ഓടി വന്ന് പറയും. അപ്പൊ നിങ്ങൾ എല്ലാവരും സെറ്റ് ആയിട്ട് ഇരുന്നോണം കേട്ടോ. നോട്ടിഫിക്കേഷന് വേണ്ടി സെറ്റ് ആയിട്ടിരിക്കുക. അപ്പൊ എന്തായാലും വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് നമ്മളിവിടെ കുറച്ച് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. ആ കോഴ്സുകളെ കുറിച്ച് ഒന്ന് പറയാം. നമ്മൾ AI-യുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗും അതുപോലെ തന്നെ ഡേറ്റ അനലിറ്റിക്സിനും കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കോഴ്സ് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് ഇന്നത്തെ കാലത്ത് ഈ AI എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗും ഡേറ്റ അനലിറ്റിക്സ് ഒക്കെ AI വെച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ, ഇന്നത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല, നിങ്ങൾ ലൈവായിട്ട് പ്രോജക്ട്സ് നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ പഠിക്കും. അത് മാത്രമല്ല നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് 100% കരിയർ അസിസ്റ്റൻസ് ആണ്. 100% കരിയർ അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ജോലി ഉണ്ടാവും. അതാണ് 100% കരിയർ അസിസ്റ്റന്റ്. നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അതിലൊന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കുക.
രജിസ്റ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു അതിൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. ബൈ.